വൺസ് ഇതുപോലെ ക്ലോട്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കുന്ന അത്രയും സമയം പേഷ്യന്റ് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. നമ്മളിപ്പം ചെയ്ത പ്രൊസീജിയറില് പേഷ്യന്റ് എത്ര പെട്ടെന്ന് റിലീഫ് ഉണ്ടാവുക അല്ലേ? എങ്ങനെ ഈ എത്രയും വലിയ ക്ലോട്ടൊക്കെ ഒരു പൈൽമാസിൽ ഉണ്ടാവും? പക്ഷെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ പൈൽസ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട്. ഇന്റേണൽ പൈൽസും ഉണ്ട്, എക്സ്റ്റേണൽ പൈൽസും ഉണ്ട്. എക്സ്റ്റേണൽ പൈൽസിൽ ഇതുപോലെ ക്ലോട്ട് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ജങ്ക് ഫുഡ് കഴിക്കുക, അതല്ലെങ്കിൽ ഫൈബർ കുറഞ്ഞിട്ടുള്ള ഫുഡ് കഴിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസിന് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ചിലപ്പോൾ ഹാർഡ് ആയിട്ടായിരിക്കും മോഷൻ പാസ് ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. സ്ട്രെയിൻ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഈ പൈൽമാസിന്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ബ്ലഡ് വെസൽസ് ഉണ്ട്. അപ്പോൾ ഈ ഡയലേറ്റ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ചിലപ്പോൾ അവിടെ വെച്ചിട്ട് പൊട്ടാം. അങ്ങനെ പൊട്ടിയിട്ട് അത് അവിടെ ക്ലോട്ട് ആയിട്ട് ഫോം ചെയ്യാം. വൺസ് ഇതുപോലെ ക്ലോട്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കുന്ന അത്രയും സമയം പേഷ്യന്റ് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. 2 days ബാക്ക് ആ പേഷ്യന്റ് വന്നപ്പം നിങ്ങൾ ക്ലോട്ട് കാണുന്നുണ്ടായിരുന്നില്ലല്ലോ. അതെ അതെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പല്ലിന് വേദനയായിട്ട് നമ്മുടെ പല്ലി ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർ ചിലപ്പോൾ 2 ദിവസത്തേക്ക് മെഡിസിൻ തരും. അപ്പോൾ മെഡിസിൻ കഴിച്ചിട്ട് ആ നീരൊന്ന് കുറഞ്ഞതിന് ശേഷമാണ് നമുക്കത് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ കേസ്. എന്താന്ന് വെച്ചാൽ സംടൈംസ് ഇത് നല്ല ഉള്ളിലായിരിക്കും, നീരുണ്ടായിരിക്കാം. അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ ക്ലോട്ട് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ 2 days നമ്മൾ മരുന്ന് വെച്ചു, നീര് കുറയാനുള്ള മരുന്നുകൾ അകത്തേക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് ആ ഒരു ഇൻഫ്ലമേഷൻ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ക്ലോട്ട് നന്നായിട്ട് കാണാനും പറ്റി. ആ സമയത്ത് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റിയ ഒരു ടൈം ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 2 days അതിനു വേണ്ടി എടുത്തത്. പിന്നെ അങ്ങനെ വരാനുള്ള ചാൻസസ് ഉണ്ടോ ഇപ്പൊ പേഷ്യന്റിന്? ഇപ്പോ നമ്മൾ ക്ലോട്ട് കംപ്ലീറ്റ് ആയിട്ടാണ് അതിൽ നിന്ന് റിമൂവ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി അതിലും ക്ലോട്ട് ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ ആ വൂണ്ട് നമ്മൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് നമ്മൾ മരുന്ന് പാക്ക് ചെയ്തല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഒരു 5 days മെഡിസിൻ, ഈ വൂണ്ട് ഹീൽ ചെയ്യാനുള്ള മെഡിസിൻ വെക്കാനായിട്ട് പേഷ്യന്റിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ 5 days കൊണ്ട് തന്നെ വൂണ്ട് ഹീലിങ്ങും സംഭവിച്ചോളും. പിന്നെ അതിൽ നമുക്ക് ഒരു ക്ലോട്ടിങ് എന്നുള്ള പ്രശ്നം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് പേഷ്യന്റ് ആ ക്ലോട്ടിങ് നമ്മൾ ആ എക്സ്ട്രാക്ഷൻ ചെയ്തെടുത്ത ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ സഡൻ ആയിട്ട് പെയിൻ റിലീഫ് ഉണ്ടായത്.